അത് ഏത് ഘട്ടത്തിൽ അദ്ദേഹം വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകില്ല എന്നാണ് നേതാക്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷേ പ്രചരണ രംഗത്തു നിന്ന് പോലും പിൻവാങ്ങി നിൽക്കുന്ന കെ സുധാകരൻ എന്നതുപോലും അപകടകരമാണ് എന്ന് നേതൃത്വം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കെ സുധാകരനെ അനുനയിപ്പിക്കുക എന്ന ദൗത്യം ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വം തുടരുന്നുണ്ട്. അത് എത്രത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കറിയാം. പക്ഷേ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പം നടക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്ന MP-മാർ ഇനി മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനത്തിൽ നിന്ന് ആ ഒരു നിലപാടിൽ നിന്ന് പാർട്ടി പിന്മാറേണ്ടി വരും. അല്ലെങ്കിൽ മറ്റെന്ത് വഴിയാണ് സുധാകരനെ അനുനയിപ്പിക്കാനുള്ളത്? ഒരു MP-ക്കായിട്ട് ഇളവ് നൽകാൻ ജീന കഴിയില്ല. കാരണം 6 MP-മാരോളം മത്സരിക്കാനുള്ള സന്നദ്ധത ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ച് കഴിഞ്ഞവരാണ്. അപ്പോൾ ഒരാൾക്ക് മാത്രമായി ഇളവ് നൽകി കഴിഞ്ഞാൽ അത് കൂടുതൽ അതൃപ്തി മുന്നണിക്കുള്ളിൽ കോൺഗ്രസിനുള്ളിൽ നേതൃത്വത്തിനുള്ളിൽ ഉണ്ടാകും എന്ന് ഹൈക്കമാൻഡ് തിരിച്ചറിയുന്നുണ്ട്. മാത്രമല്ല ഈ MP-മാരെ മത്സര രംഗത്തേക്ക് ഇറക്കുന്നത് മറ്റൊരു രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കും എന്ന ആശങ്കയും നേതൃത്വത്തിനുണ്ട്. ഖജാനാവിലെ പണം കളയുന്ന പരിപാടിക്കാണ് കോൺഗ്രസ് നേതൃത്വം പോകുന്നത് എന്ന വിമർശനം അതിശക്തമായി തന്നെ ഉണ്ടാകും. അത് മത്സരിക്കാൻ വരുന്ന MP-യുടെ വിജയസാധ്യതയെ മാത്രമല്ല ബാധിക്കുക, മറ്റ് സ്ഥാനാർത്ഥികളോട് പോലും നെഗറ്റീവ് മനോഭാവം വോട്ടർമാർക്കിടയിൽ ഉണ്ടാകുമെന്ന ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് കൂടിയാണ് MP-മാർ മത്സരിക്കേണ്ടതില്ല, അത് ഗുണം ചെയ്യില്ല എന്ന ഒരു നിലപാട് കോൺഗ്രസ് നേതൃത്വം എടുത്തിരിക്കുന്നത്. ഇവിടെ കോൺഗ്രസ് നിയോഗിച്ചിട്ടുള്ള തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനകോലുവിന്റെ അടക്കമുള്ള റിപ്പോർട്ടുകളും അത്തരം രീതിയിൽ ഉള്ളതാണ്. അതിനാൽ തന്നെ അത്തരം ഒരു സ്റ്റെപ്പിലേക്ക് സുധാകരനെ അനുനയിപ്പിക്കാൻ വേണ്ടി സുധാകരന് മാത്രം ഇളവ് നൽകുക എന്ന ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തിന് പോകാൻ കഴിയില്ല. പൊതുവായ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് മാത്രമേ ഒരു സ്ഥാനാർത്ഥി നിർണയം ഒരു പാർട്ടിക്ക് മുന്നണിക്കൊക്കെ പൂർത്തിയാക്കി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നതാണ് വസ്തുത. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ 55 പേരുടെ പട്ടിക പ്രഖ്യാപിക്കാനായിരുന്നെങ്കിൽ അത് വേണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന് ആദ്യ മണിക്കൂറുകളിൽ തന്നെ നടത്താൻ കഴിയുന്നതായിരുന്നു. അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് നേതൃത്വത്തിന് ഈ ഘട്ടത്തിലും പോകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പട്ടികയിൽ ചില ജില്ലകളിൽ നിന്ന് ഒരു സീറ്റിൽ പോലും തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ആ ജില്ലകളിൽ ഇപ്പോഴും തർക്കം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ജീന. സാജു തുടരുക. ഒന്നുകൂടെ ധനസുമോദിലേക്ക് പോവുകയാണ്. ധനസുമോദ്, ഇപ്പോൾ സാജി ഏറ്റവും ഒടുവിലായി പറഞ്ഞു വെച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെയൊരു സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരാനാണെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ കോൺഗ്രസിന് അത് ആകാമായിരുന്നു. സേഫായ മണ്ഡലങ്ങളാണ്, സിറ്റിംഗ് MLA-മാരാണ്, തർക്കങ്ങളില്ലാത്ത മണ്ഡലമാണ്. പക്ഷേ പ്രധാനമായും തർക്കങ്ങൾ നിലനിന്ന മണ്ഡലങ്ങളിൽ ഒന്നും തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഇതുവരെ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. ഇന്ന് രാത്രിയും നാളെയുമായി ബാക്കി പട്ടിക പുറത്തുവരും, ബാക്കി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് രീതിയിലാണ് ഇപ്പോൾ അവിടെ ചർച്ച നടക്കുന്നത്? ഏതൊക്കെ മണ്ഡലങ്ങളിലെ പ്രധാനമായ തർക്കങ്ങൾ പരിഹരിക്കാൻ ഇപ്പോൾ നേതൃത്വം അവിടെ ശ്രമിക്കുന്നത്? അതായത് താരതമ്യേന തർക്കം ഇല്ലാത്ത പല മണ്ഡലങ്ങളും ഉണ്ടായിരുന്നു. വളരെ സുരക്ഷിതമായ മണ്ഡലങ്ങൾ മാത്രമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ആറന്മുളയിൽ എബിൻ ആയിരുന്നു അബിൻ വർക്കിയാണ് സ്ഥാനാർത്ഥി എന്നുള്ളൊരു കാര്യം ഏകദേശം ധാരണയായിരുന്നു. പക്ഷേ എങ്കിൽ പോലും അബിൻ വർക്കിക്കെതിരെ അവിടെ പോസ്റ്ററുകൾ വരുന്നു, വലിയ തരത്തിലുള്ളൊരു പ്രതിഷേധം ഉണ്ടാകുന്നു തുടങ്ങിയ കാര്യങ്ങളുണ്ടായിരുന്നു. ഈ ആറന്മുളയിൽ ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. മാത്രമല്ല പത്തനംതിട്ട ജില്ലയിൽ ഒരിടത്ത് പോലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാസർഗോഡ് ജില്ലയിൽ വിചാരിച്ചതുപോലെ സ്ഥാനാർത്ഥിയില്ല. കണ്ണൂർ ജില്ലയിലെ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും തിരുവനന്തപുരത്ത് ഇപ്പോഴും തർക്കം നിലനിൽക്കുന്ന പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് അരുവിക്കര നിയമമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവിടെ BJP നേരിടേണ്ട ഒരു ശക്തനായ സ്ഥാനാർത്ഥി ഉണ്ടാകും എന്ന് കരുതിയിരുന്നത്. അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളെ പോലും പ്രഖ്യാപിച്ചില്ല. എന്തിനാണ് ഈ 55 പേരുടെ ഈ ലിസ്റ്റിന് വേണ്ടി ഇവർ ഇത്രയും ഈ പണിയെടുത്തത്, അല്ലെങ്കിൽ ഇത്രയും കാലതാമസം വരുത്തി എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ നേതാക്കന്മാർ ഇന്നലെയും പറഞ്ഞത്, വർക്കിംഗ് പ്രസിഡന്റ് വിശ്വനാഥ് പറഞ്ഞത്, ഈ പട്ടിക പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്തിനാണ് നമ്മൾ ഇത്രയും കാലതാമസം വരുത്തി എന്നുള്ള കാര്യമോർത്ത് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. മാത്രമല്ല പട്ടിക പുറത്തു വരുന്നില്ല എന്നുള്ള കുറ്റം പറഞ്ഞതിന് പശ്ചാത്തപിക്കേണ്ടി വരും എന്ന തരത്തിലാണ് നേതാക്കന്മാർ പലതരത്തിലുള്ള ഒരു രീതിയിലാണ് പ്രതികരിച്ചിരുന്നത്. ആ തരത്തിലുള്ള വലിയ ഞെട്ടിപ്പിക്കലൊന്നും ഈ പട്ടികയിലില്ല. നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന ആളുകൾ തന്നെയാണ് ഈ പട്ടികയിൽ ഉള്ളത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. മാത്രമല്ല മാധ്യമങ്ങൾ ഏകദേശം ഊഹിച്ചിരുന്നതും അല്ലെങ്കിൽ അവരുടെ സോഴ്സുകളുമായി കൃത്യമായി എടുത്ത് പറഞ്ഞിരുന്നതുമായ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്.
യെസ് ധൻസുമോദ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ KC വേണുഗോപാൽ അടക്കം മാധ്യമങ്ങളോട് സംസാരിച്ചത് അതാണ്. എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഞങ്ങൾ പട്ടിക പ്രഖ്യാപിക്കാൻ വൈകുന്നതിനെ ഇങ്ങനെ വിമർശിക്കുന്നത്? LDFന്റെ പട്ടിക പുറത്തുവന്നപ്പോൾ നമ്മൾ കണ്ടതാണ്, സിറ്റിംഗ് MLA-മാർ മാത്രമാണ്, സർപ്രൈസുകൾ ഒന്നും ഉണ്ടായിട്ടില്ല അവരുടെ പട്ടികയിൽ. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾക്ക് മുന്നിലേക്ക് പുതിയ സ്ഥാനാർത്ഥികളെ കൊണ്ടുവരും, ചില സർപ്രൈസുകൾ ഉണ്ടാകുമെന്നതായിട്ടുള്ള സൂചനകൾ KC വേണുഗോപാൽ നൽകിയിരുന്നു. പക്ഷേ അങ്ങനത്തെ സൂചനകൾ ഒന്നും അദ്ദേഹം പറഞ്ഞതുപോലെ അതിൽ ഉണ്ടായില്ല, സർപ്രൈസുകൾ ഒന്നും ഉണ്ടായില്ല. തർക്കങ്ങൾ നിലനിൽക്കുന്ന മണ്ഡലങ്ങളിലൊന്നും പരിഹരിക്കാൻ ഇതുവരെ നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീണ്ടും